അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഇൻ ചൈന. സോ ഇന്നും കൂടെ പണിയെടുത്തിട്ട് നമുക്ക് നാളെ തിരിച്ചിൻ്റെക്ക് പോകാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ പോവാണ്. ഫ്രൂട്ട്സ് ഉണ്ട്, കാപ്പുണ്ട്, 2 മുട്ടയുണ്ട്, കുറച്ച് നൂഡിൽസ്, കുറച്ച് ബീഫ്, കുറച്ച് പോർക്ക്, 2 സോസേജ്, അത്ര തന്നെ. നമ്മുടെ വണ്ടി വന്നു. രാവിലെ ഓഫീസ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട്. ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ സിഗ്നൽ കിട്ടുന്നത്. ഇവിടുത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ തന്നെ കാണിക്കും എത്ര സെക്കൻഡ് ബാക്കിയുണ്ട്. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും എത്ര സെക്കൻഡ് ബാക്കിയുണ്ടെന്ന് കാണിക്കും. അത് വളരെ നല്ലൊരു പരിപാടിയാണ്. നമുക്ക് ലഞ്ച് വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയല്ല, നമ്മൾ വന്നെടുത്തിരിക്കുകയാണ്. കുറച്ച് ബീഫുണ്ട്, പോർക്കിൻ്റെ പലതരം ഐറ്റംസ് ഉണ്ട്, അതിലേക്ക് ചിക്കനുണ്ട്, മുട്ടയുണ്ട്, ഫിഷുണ്ട്. ഇത് ഫിഷാട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയം, അതുകൊണ്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കാതെ അകത്തേക്ക് കയറുകയാണ്. 1 മണിക്കൂർ എല്ലാവർക്കും സ്ലീപ്പിംഗ് ടൈം. അപ്പോൾ നമ്മളൊന്ന് ഷവോമി, ഹുവാവേ, ഓപ്പോ അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുടെ സ്റ്റോറിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ നമ്മുടെ ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് തന്നെയാണ്. ആൾ വന്നിറങ്ങിയപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. യെസ്, വി ആർ ദ ഗോയിങ്. ഇവിടെ ഒരു ഓണറിൻ്റെ ഷോറൂമുണ്ട്. നമുക്കവിടെ കയറി നോക്കാം എന്തൊക്കെ അവിടെ ഉണ്ട് എന്ന്. സോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫോൾഡബിൾ ഫോൺസ് കണ്ടിട്ടുണ്ട്. ഓപ്പൺ പണുക ബ്രോ, തിരിച്ച് മടക്കുന്നത്. ബാക്ക് സൈഡ് കാട്ട് ബ്രോ. വളരെ വ്യത്യസ്തമായൊരു ഫോൾഡിങ് ഫോൺ. OnePlusൻ്റെ 13S എന്ന് പറയുന്ന മോഡല് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതവർ കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓൾറെഡി ഇവിടെ ചൈനയിൽ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇവിടെ 13T എന്നുള്ള പേരിലാണ്. ചെറിയ സ്പെക് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബാറ്ററി കുറച്ചുകൂടെ വലുതാണ്. പിന്നെ വേറെ മേജർ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ ഇല്ലാത്തൊരു കളർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നண்பന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോവാണ്. OnePlusൻ്റെ പുതിയ കോമ്പാക്ട് ഫോണാണ്, നൈസാണ്. ഇത് ബ്ലാക്ക്, ഇത് നാട്ടിലുണ്ട്. ഇതതിൻ്റെ പിങ്ക്, ലൈറ്റ് കറക്റ്റ് അറിയുന്നില്ല. ഇതുണ്ട്. ഫോൺ അൺബോക്സ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ആ കളർ. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നല്ല ഡീസൽ ഫോണാണ് കേട്ടോ. ഡീസൽ നല്ല ഫോണാണ് പ്രൈസ്. അപ്പോൾ നമ്മൾ കേസ് ഇട്ടെടുത്തിരിക്കുകയാണ്. നാച്ചുറൽ കളേഴ്സ് അതിൽ കളർ കൂടുതലുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടാകും. നമുക്ക് എഡിറ്റ് സെറ്റിങ്സ് കയറി മാറ്റിയാൽ മതി. അപ്പം നമ്മൾ ഫോണും മേടിച്ച് നമ്മൾ പോവുകയാണ്. നല്ലൊരു ഏരിയ കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഹുവാവേയുടെ ഷോറൂം കാണാൻ വേണ്ടി വന്നു. ഇവിടുത്തെ ഹുവാവേയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. ഹുവാവേയുടെ കാറൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഹുവാവേയുടെ കാർ നമ്മൾ കാണിച്ചതാണ്. ഇത്തവണ വേറെ സ്റ്റോറിലാണ് വന്നത്. പക്ഷേ നല്ല ഏരിയ. അപ്പോൾ ഇപ്പോൾ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സിറ്റീസ് ഉണ്ടല്ലോ. ബീജിങ്ങും ഷാങ്ഹായി ഒക്കെ കൺസിഡർ ചെയ്താൽ തന്നെ അപ്പോൾ അവിടുത്തെ ലൈസൻസ് പ്ലേറ്റ് ഉള്ള കാറുകൾ അവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഷെൻജനിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഷെൻജനിലെ ലൈസൻസ് പ്ലേറ്റ് ഉള്ള കാർ തന്നെ മേടിക്കണം എന്തായാലും. അപ്പം അവിടെ നിന്ന് എല്ലാവരും തന്നെ ഈ സിറ്റിയിലോട്ട് വന്നേക്കുന്നത് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ സിറ്റി ഇത്ര ഡെവലപ്ഡ് ആയിട്ട് 40 വർഷമായുള്ളൂ. ആ 40 വർഷത്തിന് മുൻപ് ഇത് ഒരു കൃഷിയിടമായിരുന്നു. ഫുൾ അങ്ങനത്തെ നിലമായിരുന്നു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അവരിങ്ങനെ ആക്കിയെടുത്ത ഒരു ടെക് സിറ്റി പോലെ ആക്കിയെടുത്ത. അപ്പോൾ ഇങ്ങോട്ട് വന്നവരെല്ലാം ഇവിടെ ഓടിക്കണമെങ്കിൽ ഇവിടെ വന്ന് വേറെ കാർ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു കാർ, ഇവിടെ ഒരു കാർ. നൈസ്. അപ്പോൾ നമ്മൾ ഹുവാവയുടെ ഷോറൂമിലോട്ട് കയറിയാണ്. ആദ്യം ചെമ്പ് ഇവിടുത്തെ ഫോണുകളും ഇവർക്ക് മറ്റേ 3 മടക്കമുള്ള ഫോൾഡബിളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കാർ കാണാം. ഇതിനകത്ത് ഇവരുടെ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്മാർട്ട് ഗ്ലാസസ്, ഇതിൽ തന്നെ സ്പീക്കറൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇതിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാം, പാട്ട് കേൾക്കാം. ഇയർഫോണൊന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ വില കേട്ടോ. ഇതിനൊക്കെ ഏതാണ്ട് 25,000-ഓളം വരും. ഇന്ത്യ ഒരു 12 കൂട്ടിക്കും എല്ലാത്തിനോടും. പാട്ട് കേൾക്കുക. ഇവിടെ ഉണ്ട് 3 മടക്കുള്ള വലിയ ടാബ്ലറ്റ് പോലത്തെ ഫോണാണ്. ഇതാണ് ഫോൺ. 1 തുറന്നു, 2 തുറന്നു. ഇത് പിള്ളേർക്ക് എഴുതി പഠിക്കാനുള്ള സ്ലേറ്റ് അല്ല, ഇത് ഫോണാണ്.
ക്യാമറ ഇവിടെ ഇരിക്കുന്നു മറച്ചു പിടിച്ചിട്ട്. നമുക്കിനി ഹുവാവയുടെ കാർ എന്ന് പറയാൻ പറ്റില്ല, വേറെ ബ്രാൻഡാണ്, അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ള കാറിൽ കയറാം. Just you can say hi. Hi. So come on, let's go to Beijing. Yeah. Beijing or Shanghai? Anywhere we can. Shanghai. Yes, I remember the. Yes. Shanghai. Shanghai. 打开天幕。 കമാൻഡ് പറഞ്ഞപ്പോൾ പുറകിൽ സെൻറ്റർ ഓഫ് തുറന്നു. Shanghai 把温度调至22度。 This car has massage? Yeah, also have. Shanghai 前排按摩。 മസാജ് കമാൻഡ് പറഞ്ഞു സീറ്റ് നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് നമുക്ക് മസാജ് എടുത്ത് പോവാം. ഫീൽ ആവുക ബ്രോ മസാജ്? നൈസ്. കാണാൻ പറ്റില്ല പക്ഷെ ആക്ച്വലി ഫീൽ ചെയ്യാം അതിനകത്ത് നമുക്ക്. 小易，播放加州旅馆音乐，音量调至30。 ഈ കാറിലാണ് നമ്മളിപ്പോൾ കയറിയത്. ഇത് ഹുവാവയുടെ തന്നെ കാറാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഹുവാവയുടെ തന്നെ പല പല കാറുകളാണ്. വേറൊരു സെഡാൻ, അവരൊരു SUV കിടക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു പട്ടിക്കുട്ടിയെ കാണിച്ചു തരാം. ഒന്നല്ല രണ്ടെണ്ണം, ഒന്ന് ശരിക്കുള്ളതും ഒന്ന് റോബോട്ടും. പട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പേടിക്കണോ അതോ അതിനെ പേടിപ്പിക്കണോ? കലിപ്പായി. ആ പോകുന്നവനാണ് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. പോകുന്നുണ്ടെടുത്താൽ തിരിഞ്ഞാതാൻ പേടിച്ചോളൂ. തിരിഞ്ഞില്ല, പക്ഷേ ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. തിരിഞ്ഞെന്നാ കൊച്ചിനെ പേടിപ്പിച്ചേനെ. ആ ഷോ പിടിക്കാനായിട്ട് അവിടെ കാണട്ടെന്ന്. അപ്പം മന പറയാം, നമ്മൾ ഈ ഓരോ ബിൽഡിങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് 3D ഇല്ലുസ്ട്രേഷൻ കാണുമല്ലേ, അപ്പോൾ അതിൽ ഡിസൈൻ ചെയ്ത് വെക്കുമല്ലോ, അതേ കണക്കുണ്ടല്ല. മരങ്ങളാണെന്നുണ്ടെങ്കിലും ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം റോഡ് വന്നു അങ്ങനത്തെ ഒരു ഏരിയ. OCT എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇത് നമ്മുടെ DJI ഇല്ലേ, ക്യാമറ DJI ഡ്രോൺസ് ഒക്കെ ഉണ്ട്. ഇത് DJIയുടെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. DJI മാത്രമല്ല, ഹാസൽബ്ലാഡും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞത് DJI Pocket 2, അത് പഴയതാണ്, അതിന് 2000. അപ്പോൾ അതിന് ഏകദേശം 25,000 ഇത് ഇവിടുത്തെ റേറ്റ്. നാട്ടിൽ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കൂടുതലാണെന്ന് തോന്നുന്നു. മരുന്നടിക്കാനുള്ള ഡ്രോ കണ്ടോ, കൃഷിക്കാർക്ക് മരുന്നടിക്കാനുള്ള ഡ്രോ. അങ്ങനെ പറന്ന് കിടന്ന് മരുന്നടിക്കും. യവനാണത്. DJI Phantom. മുകളിലോട്ട് പോവാം. 3rd ഫ്ലോറിലോട്ടാണ് പോകുന്നത്. 3rd ഫ്ലോറിലാണ് നമുക്ക് ഹാസൽബ്ലാഡിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റോർ. കാണാൻ വന്ന ഹാസൽബ്ലാഡാണ്. ഹാസൽബ്ലാഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ
മൂണിൽ ആദ്യമായി ക്യാമറ എടുക്കാൻ നീൽ ആംസ്ട്രോങ് പോയ സമയത്ത് മൂണിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് യൂസ് ചെയ്തത് ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയാണ്. കാരണം അതിന് മാത്രമേ അത്ര കളർ അക്യൂറസി ഡീറ്റെയിൽസൊക്കെ അന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതിന് ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ആ ഹാസൽബ്ലാഡിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അവർ ആദ്യം തൊട്ടുള്ളവരുടെ മോഡൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ നീൽ ആംസ്ട്രോങ് മൂണിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത ആ മോഡൽ, എക്സാക്റ്റ് ആ ക്യാമറ അല്ല, ആ മോഡലും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ലെൻസസ് ആണ് അവരുടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള XCD ലെൻസസ് ആണ്. ഇതിൻ്റെ വില ഉണ്ട്. ഇതിൻ്റെ വില തന്നെ 38,000 യുവാനാണ്. അതപ്പോൾ ഏകദേശം ഒരു 12 വെച്ച് ഇന്ത്യ എത്ര 4 ലക്ഷത്തിന് മേളിൽ പോകുന്ന ലെൻസുകളാണ്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ தெரியும் ഹാസൽബ്ലാഡ് എത്ര പ്രീമിയം ക്യാമറ ബ്രാൻഡാണെന്ന്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ കൂടുതൽ അറിയുന്നത് നിക്കോൺ കാനൺ സോണിയൊക്കെ അല്ലേ, അതൊക്കെ മേലെയായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവുമാണ്. സാധാരണ അത്ര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡല്ല. അത് 37 അവർ പരിപാടികളൊക്കെ തുടങ്ങി 1948 അവരവരുടെ ഫസ്റ്റ് ക്യാമറ ഇറക്കി. ഇതാണ് അവരുടെ ഫസ്റ്റ് ക്യാമറ. ഇവിടെ 1954 ഇറക്കിയ SWC എന്ന് പറയുന്ന ക്യാമറ മോഡലാണിത്. അതും കഴിഞ്ഞ് പിന്നെ അവർ പണിയെടുത്ത് 1957 എല്ലാം കഴിഞ്ഞ് അവർ 1957 ഇറക്കിയ 500C എന്ന് പറയുന്ന ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണിത്. അതെല്ലാം കഴിഞ്ഞ് ഇതാ വരുന്നു 1962 കഴിഞ്ഞ് 1969 1969 അവർ മൂണിലെ ഫോട്ടോ എടുക്കാനായിട്ട് നീൽ ആംസ്ട്രോങ്ങിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ ക്യാമറ, ലെജൻഡറി ഹാസൽബ്ലാഡ് HDC ക്യാമറ ആണ് ഇത്. അത് കഴിഞ്ഞ് പിന്നെ 1998 കഴിഞ്ഞ് 2002 ഇറങ്ങിയ ഒരു ക്യാമറയാണിത്. അങ്ങനെ ഒരുപാട് ക്യാമറകൾ ഇറക്കി. തൽക്കാലം ഇപ്പോൾ ഇത്ര ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഉള്ളൊരു സ്റ്റില്ലാണ്. ആ സ്റ്റില്ലെടുത്ത ബീറ്റിൽസിൻ്റെ ആ സ്റ്റില്ലെടുത്ത ക്യാമറ ഇതാണ് കേട്ടോ. ആ മോഡൽ എടുത്തത് ആ ഫോട്ടോ എടുത്ത മോഡലാണിത്. ഇത് അവരുടെ ഒരു ഫോട്ടോ എക്സിബിഷൻ ഹാളാണ്. അതിൽ ഹാസൽബ്ലാഡിൽ എടുത്ത കുറേ കിഡിലർ ഫോട്ടോസിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ. സാധാരണ എല്ലാവർക്കും അത്ര എൻജോയബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആക്ച്വലി ഭയങ്കര നൈസ് സ്ഥലമാണ്. ഒരു ചെറിയ കുഞ്ഞു സ്ഥലം, പക്ഷേ നൈസ് ആംബിയൻസ്. ശേഷം അപ്പോൾ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു നല്ല സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് അപ്പോൾ ഹാസൽബ്ലാഡിൻ്റെ ഷോറൂം. ഇത് ഓപ്പോസിറ്റ് തന്നെ അത് അവിടെ ആയിട്ട് നമുക്കൊരു ഷവമി സ്റ്റോർ കാണാം. ഇന്ത്യയിലില്ലാത്ത ഒരുപാട് ഒരുപാട് സാധനങ്ങൾ, മോഡലൊന്നുമല്ല, ഫോണൊക്കെ സെയിമാണ്, പക്ഷേ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ മറ്റേ ഷവമിയുടെക്ക് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അവർക്ക് വാഷിംഗ് മെഷീന്, AC, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് ഷവമിയുടെ ഇവിടെ. പിന്നെ അവരുടെ ഹെയർ ഡ്രയറുണ്ട്, മറ്റേ നമ്മുടെ തുണിയിലൊക്കെ ലിൻഡ് പിടിച്ചിരിക്കില്ല, അത് വെച്ച് കളയുന്ന സാധനമുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ജ്യൂസ് അടിക്കുന്ന ബ്ലെൻഡറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് ഇന്ത്യയിലില്ലാത്ത ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഈ മനോയുടെ എക്സും പുള്ളി പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷവമിയിൽ. അപ്പോൾ പുള്ളിക്ക് ഷവമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ആത്മാർത്ഥത, ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ഒഴുകും. ഇന്ത്യയിലില്ലാത്ത ഷവമി പ്രൊഡക്റ്റുകളെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട മെയിൻ സാധനമാണ് എന്ത്? ഷവമി കാറുകൾ. ഇത് പോർഷെ അല്ല, ഇത് ഷവമിയാണ്. ഷവമി ഇത് ഷവമി 15 അൾട്ര. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുണ്ട്. ഇവിടെ നാട്ടിലേതാണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വാട്ട് ഇസ് ദ പ്രൈസ് ഇൻ ഇന്ത്യ? 1.2. ഓക്കെ, 1,20,000 30,000 ഒക്കെയാണ് ഫോണിൻ്റെ വില. പിന്നെ ഇത് ക്യാമറ കിറ്റാണ്, അത് എക്സ്ട്രാ പൈസയാണ്. ഇവിടെ ഇതിനാണ്ട് ഇപ്പോൾ 85,000 രൂപ ഉള്ളതെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇപ്പോൾ 6,500 രൂപയാണ് കാണിച്ചത്. അതായത് ഏകദേശം 70,000, അതിൽ മാക്സിമം 75,000 രൂപയുള്ളൂ ഫോണിന് മാത്രം. പിന്നെ കിറ്റിന് എക്സ്ട്രാ ആയിരിക്കും. എന്നാലും ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ചീപ്പാണ്. ഫുൾ അവരുടെ ഫോൺസ് ഉണ്ട്, TV ഉണ്ട്, എന്താ വൈഫൈ റൗട്ടേഴ്സ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പാഡുണ്ട്, ഇയർഫോൺ ഉണ്ട്, വാച്ചുണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, എയർ ഫ്രയർ ഉണ്ട്, അടുക്കള സാധനങ്ങൾ വരെ ഉണ്ട്, വെബ് ക്യാമ, അങ്ങനെ അത് ഇതൊക്കെ ഉണ്ട്. വളരെ കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട്. സെയിം മോഡൽ തന്നെ SUV7 SUV7. അപ്പോൾ 3 SUV7 ഒരു SUV7 അൾട്രയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെന്താ
കാറ് മാത്രമല്ല അലോയ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നാ വേണം. ഇവിടെ ഒരു ടീ ലാബ്, നമുക്കൊരു ഈ ലാബിൽ നിന്ന് ചായ കുടിക്കാം. നമ്മുടെ പുള്ളിക്കാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നു. ഇതാണ് പുള്ളി മേടിച്ചു തന്നത്. ഓക്കെ, എന്താണെന്ന് അറിയില്ല, കുടിച്ചു നോക്കാം. അപ്പോൾ ഇത് കുടിച്ച് തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ബാറ്ററി വളരെ കുറവാണ്. 15% ചാർജ് നമ്മുടെ കൈവശം ഇനിയുള്ളൂ. ഞാൻ പവർ ബാങ്ക് എടുക്കാൻ മറന്നത് പോയതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിൽക്കുന്നു. വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിന്യൂ ചെയ്യാം. പോലും നോക്കാൻ സമയമില്ലാതെ ഫോണിലേക്ക് തന്നെ നോക്കി നടക്കുന്ന ഒരു ജനതയാണ്, ഭൂരിഭാഗം അങ്ങനെയുള്ള ജനതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചില സമയത്ത് അവർ ഭിത്തിക്ക് വരെ കയറാൻ പോകാറുണ്ട് എന്നുള്ളതാണ് അവരുടെ ഇടയിലുള്ള സംസാരം. ഇന്നത്തെ ഒരു വലിയ ദിവസത്തിന് ശേഷം, അലച്ചിലിന് ശേഷം നമ്മൾ വന്നിട്ട് ക്യാബ് ഇറങ്ങി KFCന്ന് ഒരു ചെറിയ മീൽ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു. ഇനി അത് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെയാണ് അപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇനി സുഖമായി കിടന്നുറങ്ങി നാളെ നമുക്ക് എണീച്ച് സാവകാശമായി തിരിച്ച് ഇന്ത്യയിലേക്ക്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ്. മെയ് 1 മെയ് ദിനം ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കെല്ലാം സെറ്റ് ആയി. ഒരു ലാപ്ടോപ്പ് ബാഗ്, ഒരു ഹാൻഡ് ബാഗേജ്, കൊണ്ടുവന്നൊരു സ്യൂട്ട് കേസ്, അങ്ങനെയായിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിയാം. കാരണം ഇന്നാണ് ചെക്കൗട്ട്. കാരണം ഇന്ന് നമുക്ക് ഇറങ്ങിക്കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങിക്കൊടുത്ത് നമുക്ക് പിന്നെ ഇവിടെ നിന്നും ഫെറി എടുത്ത് ഹോങ്കോങ്. ഇത്തവണ ഇങ്ങോട്ട് നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് ക്യാബ് എടുത്താണ് വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫെറി എടുത്താണ് പോകുന്നത്. ഫെറി എടുത്ത് നമ്മൾ ഇവിടെ നിന്നും ഷേഖ് പോർട്ട് എന്ന് പറഞ്ഞ പോർട്ട് വരെ ക്യാബ്, അവിടെ നിന്ന് ഫെറി എടുത്ത് ഹോങ്കോങ് എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ. പക്ഷേ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പുണ്ട്, ഇടയ്ക്ക് നമുക്കൊരു ലേ ഓവർ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ നാളെ രാവിലെ വെളുപ്പിന് നമ്മൾ എത്തുന്നു. ഞാൻ ആക്ച്വലി മടുത്ത്. എനിക്ക് ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ച് ഇവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇന്നും അത് കഴിച്ചുണ്ടല്ലോ നമുക്കൊരു സാച്ചുറേഷൻ പോയിൻറ്റ്. ഞാൻ ആ സാച്ചുറേഷൻ പോയിൻറ്റ് കഴിഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യമല്ല, സെപ്റ്റംബർ വന്നു, അത് കഴിച്ചു. അപ്പം ഓക്കെ, ചൈനീസ് ഫുഡ് ഇസ് നൈസ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഏകദേശം മടുത്ത്. പക്ഷെ ഇത്തവണ വേറെ ഹോട്ടലായതുകൊണ്ടും ഓഫീസിലെ തന്നെ കഫറ്റീരിയയിൽ നിന്ന് കഴിച്ചുകൊണ്ടും നമുക്ക് വ്യത്യസ്തമായ ഫുഡായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് അധികം കഴിക്കേണ്ടി വന്നില്ല നമുക്ക്. അത് പക്ഷേ ഒത്തൻറ്റിക് ചൈനീസ് സാധനം തന്നെ നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടി. പക്ഷെ അതും അവിടെ ആകെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു മൊത്തം 1 2 3 6 കടയാണ്. നമ്മളവിടെ നിന്ന് മാറി കഴിച്ചെങ്കിലും ഓൾമോസ്റ്റ് മടുത്ത്. അപ്പോൾ 10:30 ആയിരിക്കുകയാണ്. 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇതും സുന്ദരവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ചെറിയ ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. എന്തോ വെജിറ്റബിളും പോർക്കും, സോസേജ്, പിന്നെ അത് നൂഡിൽസ്, 2 മുട്ട ബുൾസേ പോലത്തെ പരിപാടിയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആപ്പിൾ ജ്യൂസും. യെസ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ക്യാബ് വന്നിരിക്കുകയാണ്. നമുക്ക് ബാഗും സാധനങ്ങളൊക്കെ അകത്തോട്ട് കയറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫെറി പിടിക്കാൻ പോർട്ടിലേക്ക് പോവാം. ഉണ്ടായിരുന്നു. നമ്മൾ പോർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ എസ്കലേറ്റർ കയറി മുകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ ഓർക്കുന്നു, ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ തവണ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇതാ നമുക്കൊരു ഫ്ലൈയിങ് കാർ കാണാം. അപ്പോൾ നമുക്കിനി മേളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു. ഇനി നേരെ ചെക്കിനിൽ ബാഗ് വിടാം. അപ്പോൾ ഇവിടെ നിന്ന് ബാഗ് വിട്ടാൽ നേരെ ഇവിടെ നിന്ന് ഫെറിയിൽ നിന്ന് ഇവർ തന്നെ ഫ്ലൈറ്റിലോട്ട് കയറ്റി വിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ബാഗ് ഉപേക്ഷിക്കാം. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കളക്ട് ചെയ്യാം. ഹോങ്കോങ് പോകാനായിട്ട് ഇവിടെ നിന്ന് നേരെ മോളി വന്നു. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ബാഗ് കൊടുത്തു. ഈ ബാഗിൻ്റെ എല്ലാം കൊടുത്ത് നമുക്ക് ടിക്കറ്റ് പാസ്പോർട്ടും കൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്യുകയാണ് ഫെറി സ്റ്റേഷനിലേക്ക്. ആദ്യം നമ്മൾ ചൈന കസ്റ്റംസ് വഴി ക്ലിയർ ചെയ്ത് വേണം പോകാൻ. നമ്മളുടെ കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞു. ഇനി നേരെ ഇമിഗ്രേഷനും കഴിഞ്ഞു. ഇനി നേരെ ഫെറി കയറാൻ പോവാം. ഫെറി കയറാനല്ല, ഇനി 15 മിനിറ്റ് ഉണ്ട് ഫെറി വരാൻ. അപ്പോൾ ഇതുപോലൊരു ഫെറിയിലാണ്, ഈ കിടക്കുന്ന ഫെറിയിലാണോ എന്നറിയില്ല, ഇതിലാണ് നമുക്ക് പോകേണ്ടത്. വന്നപ്പോൾ തന്നെ ഫെറി ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അപ്പം നമ്മൾ ഫെറി
പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി നേരെ ഹോങ്കോങ് എയർപോർട്ടിലേക്ക്. വേറെ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പോയിട്ടില്ല, വേറെ രാജ്യങ്ങളൊന്നും പോയിട്ടില്ല. ഇന്ത്യയിൽ ഡൊമസ്റ്റിക് പോകുമ്പോൾ തന്നെ നമ്മുടെ ബാഗിനകത്ത് നമ്മൾ പവർ ബാങ്ക് അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വെച്ചാൽ തന്നെ എല്ലാം തുറന്ന് ഇവിടെ വെക്കണം. ഇതൊന്നും വേണ്ട, ഇലക്ട്രോണിക്സ് ലാപ്ടോപ്പ് മാത്രം വെളിയിൽ വെച്ചാൽ മതി, ബാക്കി ഫുള്ള് ബാഗിൽ തന്നെ വയ്ക്കാം. ഒന്ന് നമുക്ക് ട്രെയിൻ എടുത്ത് നേരെ എയർപോർട്ടിലെ ടെർമിനലിലേക്ക്. മെട്രോ വന്നു. അപ്പോൾ നമ്മുടെ ഗേറ്റ് 12 ആണ്, ടെർമിനലാണ്, ടെർമിനലല്ല ഗേറ്റ് 12. അപ്പോൾ ഗേറ്റ് 12 അങ്ങോട്ട് നമുക്ക് നേരെ ഗേറ്റ് 12 അങ്ങോട്ട് മെട്രോ എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സൂട്ട് കെട്ട് കണ്ട കൊച്ചുകൊണ്ട് വലിയ ആളും കൂടെ പോകുന്നതാണ്. നമ്മൾ ഹോങ്കോങ് എയർപോർട്ടിൽ മെട്രോയിൽ നിന്ന് ഇറങ്ങി എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ നമ്മുടെ ടെർമിനലിൻ്റെ അടുത്തോട്ട് പോകാം. പക്ഷേ നമുക്ക് സമയമുണ്ട്, നമുക്കിവിടെ ചുമ്മാ കറങ്ങിയിട്ടൊക്കെ നമുക്കിനി 1.5 മണിക്കൂറുണ്ട് ഫ്ലൈറ്റിന്. നമുക്ക് ഫ്ലൈറ്റിന് ഇന്നും ടൈമുള്ളതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇവിടുത്തെ ഹോങ്കോങ് എയർപോർട്ടിലെ ഷോപ്പുകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ നോക്കി ഇറങ്ങുന്നു. എന്തെങ്കിലും അത്ര മേടിക്കാൻ പാകത്തിന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് മേടിക്കാം. ഇവിടെ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ് ഹോങ്കോങ്. അപ്പോൾ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ടായി, ബോർഡിങ്ങിലോട്ട് കയറുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വെറും 4 മണിക്കൂർ മാത്രമുള്ള ലേവർ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട്. ഒരു 2 മണിക്കൂറൂടെ കൂടുതലുണ്ടായിരുന്നു, ഒരു 6 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തു പോയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ 2 മണിക്കൂറായിരുന്നു ലേവർ, അതും ബാങ്കോക്ക്, കാര്യം ഉണ്ടായില്ല. അപ്പോൾ 4 മണിക്ക് ബാങ്കോക്ക്, 4 മണിക്കൂർ ബാങ്കോക്കിൽ, എന്നിട്ടും കാര്യമില്ല. രണ്ടാമത്തെ തവണയാണ് ബാങ്കോക്ക് വരുന്നത്, ബാങ്കോക്ക് എയർപോർട്ട് വരുന്നത്. പക്ഷെ പുറത്തിറങ്ങാത്തത് ഒന്നിപ്പഴച്ച 3 എന്നാണല്ലോ, ഒരു വരവ് കൂടെ വരും ഉടനെ തന്നെ. അപ്പോൾ 3ാമത്തെ വരവിൽ നമ്മൾ പുറത്തിറങ്ങിയിരിക്കും. ഇനി വരുന്നത് എയർപോർട്ടിൽ പുറത്തിറങ്ങാനുള്ള വരവായിരിക്കും. ബാങ്കോക്കിൻ്റെ മനോഹാരിത കാണിക്കാൻ പറ്റില്ല, നമുക്ക് ബാങ്കോക്ക് എയർപോർട്ടിൻ്റെ മനോഹാരിത കാണാം. എയറിൽ ഇനി ഏകദേശം 1 മണിക്കൂറോടുണ്ട്. ആ 1 മണിക്കൂറിൽ നമുക്ക് തായ്ലൻഡ് വന്നിട്ട് ഒരു തായ്ലൻഡിൽ കാപ്പിയെങ്കിലും കുടിക്കണം. അപ്പോൾ ഒരു കാപ്പി കുടിക്കാം. കാപ്പി കിട്ടിയിരിക്കുകയാണ്. കാപ്പി കുടിച്ചിട്ട് കാപ്പി എടുത്തുകൊണ്ട് പോയിട്ട് സീറ്റിൽ പോയി അവിടെ കറങ്ങി തൂങ്ങി നിന്നു. നമ്മളാണ് ബോർഡ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും ബോർഡിങ് കഴിഞ്ഞു. ഫൈനൽ കോൾ വന്നു, നമ്മൾ കയറുന്നു. Thank you, bye bye. Good night, Sharon. നമുക്ക് ഇമിഗ്രേഷൻ ചെക്ക് കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞ് പുറത്തോട്ട് പോവാം. അപ്പം നമ്മൾ വെളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചൈന യാത്ര അതിവിജയകരമായി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വച്ച് നിർത്താവുന്നതാണ്. ഓക്കെ, ബൈ.